സമയത്ത് പറഞ്ഞൊന്നും എനിക്ക് ഓർമ്മയില്ലടാ. കാണണ്ട തന്നെയാ. ഇവിടെ മോല് കണ്ടോ, ഇതാ ഹൈലൈറ്റ്. പോപ്പുലർ ആങ്കർ. വാ 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 കേറി വാ. വെൽക്കം പപ്പിക്കുട്ടി, വെൽക്കം. നിനക്കറിയാം നീ ആണെന്ന്. നീ വാ വീണ വാ. ഈ കുരിശായിരുന്നോ? അവാർഡ് കൊടുക്കുമ്പോ പൊക്കി പറയണം നമ്മള്. എങ്ങനെ പോപ്പുലർ ആയി? ആരാക്കി? ആര് പോപ്പുലർ ആക്കി? ഈ അവാർഡ് എനിക്കുള്ളതാണ്. ആണോ? തരില്ല, ഞാൻ ഇത് ആർക്കും തരില്ല. എനിക്ക് 2 വാക്ക് ധ്യാനിനെ കുറിച്ച് പറയാനുണ്ട്. എന്റെ ജീവിതത്തിലെ വലിയ പ്രധാനപ്പെട്ട പല മൈൽ സ്റ്റോണുകളും ഞാൻ അച്ചീവ് ചെയ്തത് ധ്യാനിലൂടെയാണ്. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാക്കാം. ഇനി വീണയ്ക്ക് ഭാവി സിനിമയിലാണോ ഇതിലാണോ? എന്താ തോന്നുന്നത്? ഡിജിറ്റൽ മീഡിയയിലാണോ? വീണക്കൊരു ഭാവി ഉണ്ടോന്ന് പോലും എനിക്ക് സംശയം. എവിടുന്നെങ്കിലും ഒരു വാടക കൊലയാളെ കിട്ടുമോ മാഷെ? അവനെ തട്ടിക്കളയേ നിവർത്തിയുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഞാൻ പേടിച്ചിട്ട് അഭിനയിക്കാതെ ഇരിക്കുന്നത്. കാരണം എന്നെ കൊണ്ട് പറ്റുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. കാരണം അല്ല, നിന്നെ ആരും വിളിക്കാതിരുന്നിട്ടല്ല. ശശിയെ എന്നാണ് ഈ പറയുന്നത്? എന്റെ ഒരു ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നു, അത് അറിയോ ഇയാൾ ആരാണെന്ന്? ഇല്ല, അറിയില്ല, അറിയിക്കില്ല. ആദ്യത്തെ ഷോർട്ട് ഫിലിം എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് ഷൂട്ട് ചെയ്ത നെവിൻ ഫ്രെഡിയാൻ ഷൂട്ട് ചെയ്ത ഷേ എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിമിലെ നായികയാണ് മീര. അന്നത്തോടുകൂടി ഞാൻ നിർത്തിയത്. തുടക്കം മുതൽ ഒടുക്കം വരെ ആളുകൾ എഴുന്നേറ്റ് നിന്ന് കൂവുക അത്രേ. അവനിപ്പോ ഏതോ നാട്ടില് ട്രക്ക് ഓടിച്ച് നടക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. പാച്ചേട്ടാ, അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. എന്നാലും ഞങ്ങളെ പോലുള്ള ഗേൾസിന്റെ അടുത്ത്, അതായത് എന്റെ പ്രായത്തിലൊക്കെ ഉള്ള ഗേൾസിന്റെ അടുത്ത് ഒരു ഉപദേശം കൊടുക്കാൻ പറഞ്ഞാൽ എന്നാ കൊടുക്കും? ഞാനെന്തിനാ ഇവരെ ഉപദേശിക്കേണ്ട കാര്യം എന്താണ്? എന്ത് കാര്യത്തിനാണിത്? നിർത്തി അവമാനിക്കുവാണെന്ന്. അല്ലെ, മൊത്തത്തിൽ ഞങ്ങൾക്ക് കെയർ ചെയ്യേണ്ട ഒരു കാര്യം എന്തായിരിക്കും? നിങ്ങൾ കെയർ ചെയ്യേണ്ടത്? ഞങ്ങൾ കെയർ ചെയ്യേണ്ട കാര്യം നിങ്ങളെ കെയർ ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ആണുങ്ങൾ പൊതുവെ നിങ്ങൾ ഇഷ്ടത്തിന് ജീവിക്കുക, ഒരു തെണ്ടിയുടെ ഉപദേശം കേൾക്കാതിരിക്കുക, നിങ്ങളെ സൗകര്യത്തിന് ജീവിക്കുക. പക്ഷെ ഭർത്താവ് പറയുമ്പോ കേൾക്കേണ്ടി വരുമോ? ഒരു തെണ്ടിയുടെ ഉപദേശം കേൾക്കാതിരിക്കുക. ആരോട് എന്ത് എപ്പോ എങ്ങനെ സംസാരിക്കണം എന്ന് അറിഞ്ഞൂടാ ബോധമില്ലാത്ത സ്ത്രീ. നിന്റെ ഭർത്താവ് എന്റെ അഭിപ്രായത്തിൽ നീ പറയുന്നതാണ് നിന്റെ ഭർത്താവ് കേൾക്കുന്നതാണ് എന്റെ മൊത്തത്തിലൊരു അഭിപ്രായമുണ്ട്. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇവിടെ ചോദിക്കുന്ന ചോദ്യങ്ങളിലൊന്നും ചിലപ്പോ കാര്യമൊന്നും ഉണ്ടാവില്ല. ഒരു കാര്യമില്ലാത്ത ചോദ്യങ്ങളായിരിക്കും. പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായിപ്പോയി, മാറ്റിക്കോളാം. മാറ്റണ്ട. നല്ല ബെസ്റ്റ് മോളാ. ഇതിന്റെ ഒരു വിത്ത് കിട്ടോ? ഞങ്ങളുടെ ഈ സൈസ് ഇല്ല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.